ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ഉന്നത ദേവനെ ആരാധിക്കാം. ഉயிருള്ള കാലവും ആരാധിക്കാം. ആദിയും നേരത്തിലും മഹാവ്യാധിയും കാലത്തിലും ആശ്വാസം നൽകിടും താൻ ആമോദമേകിടുമേ. ആദിയും നേരത്തിലും മഹാവ്യാധിയും കാലത്തിലും ആശ്വാസം നൽകിടും താൻ ആമോദമേകിടുമേ. ആപത്തു നേരത്തിലും ശോകവേളയിലും ആശ്രയമേകിടുമേ. ആനന്ദം നൽകിടുമേ. ആശ്രയമേകിടുമേ. ആനന്ദം നൽകിടുമേ. ഉയർപ്പിൻ ശക്തിയാൽ ആരാധിക്കാം. ഉയരത്തിൻ ശക്തിയാൽ ആരാധിക്കാം.
ഉന്നതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ക്രൂശിതനാം യേശുവിനെ ആശയോടെ ആരാധിക്കാം. ഉന്നതനാം മഹോന്നതനെ വിശ്വാസത്തോടെ ആരാധിക്കാം. ത്രിയേക ദൈവത്തിന് സ്തുതി. കർത്താവിൻ്റെ പരിശുദ്ധ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരും ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടവരുമായ വിശ്വാസികളുടെ സമൂഹത്തിന് യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2-3 വാക്യങ്ങൾ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന് മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന ഇസ്രായേൽ ജനത്തിന്, വാഗ്ദത്ത സന്തതിക്ക് ദൈവം മോശയിലൂടെ കൊടുക്കുന്ന അരുളപ്പാടുകളാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. പ്രിയപ്പെട്ടവരേറെ, ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന വിശ്വാസികൾക്കും ഇത് ബാധകമാണ്. അടിമ വീടായ മിസ്രയീമിൽ നിന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന് നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, ഞാൻ ഒഴികെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമുക്ക് വേറെ ആരിലും ആശ്രയിക്കാനിട വരരുത്. വേറെ ആരിലേക്ക് നമ്മുടെ കണ്ണുകൾ പോകരുത്. നമ്മുടെ നോട്ടം എവിടെയായിരിക്കണം? അപ്പോസ്തലനായ പൗലോസ് പറയും, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അപ്പോൾ എവിടേക്ക് നോക്കരുത് പ്രിയപ്പെട്ടവരെ? അവിടെ നിന്നാണ് ശക്തി, അവിടെ നിന്നാണ് നമുക്ക് ഊർജം വരേണ്ടത്, അവിടെ നിന്നാണ് അനുഗ്രഹങ്ങൾ പകരേണ്ടത്. വേറെ ഒരിടത്തും നമുക്ക് അനുഗ്രഹം കിട്ടുകയില്ല. അബ്രഹാമിൻ്റെ വാഗ്ദത്ത സന്തതി ഇസ്രായേൽ ജനം എന്തുകൊണ്ട് മിസ്രയീമിൽ അടിമകളായിപ്പോയി? നാം അതാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. നാം കണ്ടു, അബ്രഹാമിനോട് യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ അബ്രഹാം യാഗം കഴിച്ചു. ദൈവം പറഞ്ഞ എല്ലാത്തിനെയും കൊണ്ടുവന്ന് യാഗം കഴിച്ചു. പക്ഷേ സ്വർഗ്ഗത്തെ തീ ഇറങ്ങുന്നതിന് പകരം റാഞ്ചൻ പക്ഷികളാണ് ഇറങ്ങിയത്. റാഞ്ചൻ പക്ഷി സാത്താൻ്റെ പ്രതീകമാണ്. ഇന്ന് പ്രാർത്ഥനകളിൽ അനുഷ്ഠാനങ്ങളിൽ മുഴുകിയിരിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ ഇറങ്ങുന്നത്, അവൻ്റെ ഹൃദയത്തിലേക്ക് വരുന്ന ആത്യന്തികമായി അവൻ ലഭിക്കുന്നത് സ്വർഗത്തിലെ അനുഗ്രഹമോ അതോ റാഞ്ചൻ പക്ഷിയോ സ്വഭാവ വൈകൃതമോ? ശാന്തമായ ദൈവമൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ്. അബ്രഹാം യാഗപീഠത്തിൻ്റെ അരികിൽ മുട്ടുകുത്തിയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അരുളപ്പാടുകളൊക്കെ നോക്കിയിരിക്കുകയാണ്. പക്ഷേ ഇറങ്ങിയത് റാഞ്ചൻ പക്ഷിയാണ്. എന്തുണ്ടായി? ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 2-ാം വാക്യം. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. യാഗം കഴിച്ച അബ്രഹാമിന് എന്ത് സംഭവിച്ചു? ഗാഢനിദ്ര വന്നു, ഭീതിയും അന്ധതമസും അവൻ്റെ മേൽ വീണു. അബ്രഹാമിന് ഭയം, ഭീതിയും അന്ധതമസും, സാത്താൻ്റെ സാന്നിധ്യം, ദൈവിക അനുഗ്രഹം അല്ല പ്രിയപ്പെട്ടവരെ. അബ്രഹാം തകർന്നവനായി യാഗപീഠത്തിൻ്റെ അരികിൽ ഭീതിയും അന്ധതമസും ഭാരിച്ചവനായി അവനോട് കിടക്കുകയാണ്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. യാഗം കഴിച്ച അബ്രഹാമിനോട് ദൈവം അരുളി ചെയ്യുന്നത് നിങ്ങൾ കേട്ടോ. നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. അന്ന് അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദത്തമാണ്, വാക്കാണ്. അപ്പോൾ അവരോടുത്ത മുന്നറിയിപ്പാണ്. അബ്രഹാമിനെ വേണമെങ്കിൽ തിരുത്താമായിരുന്നു. നമുക്കറിയാം, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുന്നവനായ ദൈവം ആശയോട് ദൈവം വിളിച്ച് വേദരിച്ച് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ കളങ്കം ദൈവം കാണിച്ചു കൊടുത്തെങ്കിലും അബ്രഹാം തിരുത്താതിരുന്നത് കൊണ്ട് യാഗപീഠത്തിന്മേൽ യാഗമൃഗത്തെ വെച്ചപ്പോൾ, പിളർക്കാല പ്രാവിൻ കുഞ്ഞിനെയും കുറുപ്രാവിനെയും വെച്ചപ്പോൾ എന്തിനെയാണത് കാണിക്കുന്നത്? അബ്രഹാമിൻ്റെ ഭാര്യ സാറയും ഒക്കെ 2 പേർക്കും അകൃത്യങ്ങൾ വന്നു കഴിഞ്ഞു. ദൈവീക തീ ഇറങ്ങേണ്ടതിന് പകരം റാഞ്ചൻ പക്ഷി ഇറങ്ങി. അബ്രഹാമിന് തിരിച്ചറിയാമായിരുന്നു അവന് വന്നത് ഗാഠനിദ്ര, ഭീതിയും അന്ധതമസുവിൻ്റെ മേൽ വീണു. തിരിച്ചറിയാൻ പാടില്ലേ? അവിടെ തകരണ്ടേ? ആ യാഗപീഠത്തിൻ്റെ അരിയിൽ അവിടെ അബ്രഹാം തകരേണ്ടതല്ലേ? തന്നെ യാഗമായി അർപ്പിക്കേണ്ടതല്ലേ? അതിനല്ലേ ദൈവം ഇതെല്ലാം കാണിച്ചു കൊടുത്തത്? അബ്രഹാം തകർന്നില്ല. ദൈവം പറഞ്ഞു,
നിന്റെ സന്തതി 400 സംവത്സരം അന്യദേശത്ത് അടിപൊളിയായിരിക്കും. അവിടെ അന്യജാതിക്കാർ നിന്റെ മക്കളെ പീഡിപ്പിക്കും, നിന്റെ സന്തതിയെ പീഡിപ്പിക്കും. കൃത്യമായി വചനം കൊടുത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, നീക്കുപോക്കുകൾ വരുത്തിയില്ല എന്ന് തുടർന്ന് നമുക്ക് കാണാം. അതാണ് ദൈവം പറയുന്നത്, അടിമ വീടായ മിസ്രയീമിൽ നിന്നെ കൂട്ടിക്കൊണ്ടുവന്ന യഹോവയായ ഞാനാകുന്നു നിന്റെ ദൈവം. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് എവിടെയാണ്? നമ്മെ എവിടെ നിന്നാണ് ദൈവം കൊണ്ടുവന്നത്? നമുക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ദൈവമക്കളെ, ദൈവത്തെ അറിയാതെ പാപത്തെ സ്നേഹിച്ച് പാപത്തിൻ്റെ മട്ടുപറ്റി കുടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം നമുക്കെല്ലാം ഇല്ലേ? അവിടെ ദൈവം നമ്മെ കൊണ്ടുവന്നില്ലേ? ജീവൻ്റെ വചനം നമുക്ക് തന്നില്ലേ? അവൻ്റെ തിരക്തത്താൽ നമ്മളെ കഴുകിയില്ലേ? നമ്മളെ വീണ്ടെടുത്തില്ലേ? ജീവൻ്റെ വചനത്തിന് മുമ്പിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നില്ലേ? നന്ദിയുണ്ടോ? നമുക്ക് ശാന്തമായി ചിന്തിക്കാം. പുസ്തകം 16-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. സാറായി അബ്രഹാമിനോട്, ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവിടെ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറായിയുടെ വാക്കനുസരിച്ചു. എന്ത് ഗുരുവേറിയ വിഷയമാണ്! ദൈവം ആശയോടെ വിളിച്ച് വേദനിച്ച ദൈവവൈതൽ ദൈവവുമായുള്ള ബന്ധമില്ലാതെ ദൈവീക വഴിവിട്ട് യാത്ര ചെയ്യുകയാണ്. സ്തോത്രം. സാറ എന്താണ് പറയുന്നത്? ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ. സാറുടെ മനോഭാവം നിങ്ങൾക്ക് കണ്ടോ? ഞാൻ ഈ വാക്യം വായിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, സാറേ, നീ മച്ചിയല്ലായിരുന്നെങ്കിൽ ഫറവോൻ്റെ കുഞ്ഞിന് അബ്രഹാം നോക്കേണ്ടി വരില്ലായിരുന്നു. ജീവിതത്തിലെ കുറവുകളെല്ലാം നല്ലതാണ്. പക്ഷെ മനോഭാവം കൊണ്ടോ സാറയുടെ? ഞാൻ പ്രസവിക്കാതിരിപ്പാൻ യഹോവ എൻ്റെ ഗർഭം അടച്ചിരിക്കുന്നുവല്ലോ, എൻ്റെ ദാസിയുടെ അടുക്കൽ ചെന്നാലും പക്ഷേ അവളാൽ എനിക്ക് മക്കൾ ലഭിക്കുമെന്ന് പറഞ്ഞു. അബ്രഹാം സാറയുടെ വാക്കനുസരിച്ചു. മിസ്രയീമ്യ ദാസിയായ ഹാഗാറിനരികിൽ അബ്രഹാം ചെന്നു. ആ ഹാഗാറിനെ സ്വന്തം ഭാര്യയായി അബ്രഹാം സ്വീകരിച്ചു. ഇപ്പോഴെ പ്രവൃത്തി നടന്നത് ഇപ്പോഴാണ്, പക്ഷേ ഹൃദയം കൊണ്ട് എപ്പോഴാണ് അബ്രഹാം ഈ ഹാഗാറിനെ സ്വീകരിച്ചത്? മിസ്രയീമിൽ പോയ അബ്രഹാമിൻ്റെ ഭാര്യ ഫറവോൻ്റെ കൊട്ടാരത്തിൽ എത്ര നാൾ താമസിച്ചു നമുക്ക് അറിഞ്ഞുകൂടാ. അബ്രഹാമിൻ്റെ കണ്ണുകൾ ഈ ഹാഗാറിലായി പോയോ? നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സുന്ദരിയായ ഭാര്യ സാറായി ഉണ്ടായിരുന്ന അബ്രഹാം ഇപ്പോൾ ഫറവോൻ്റെ കൊട്ടാരത്തിൽ അബ്രഹാം വിഭാര്യനായി ജീവിക്കുന്നു. അവൻ്റെ കണ്ണുകൾ സ്വാഭാവികമായി ഹാഗാറിൽ ചെന്ന് കാണും. പോന്നപ്പോൾ ഹാഗാറിനെ കൊണ്ടാണ് പോകുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്ന് അനേകരുടെയും ജീവിതത്തിൽ ഹാഗാറുമാർ ജീവിക്കുന്നു. ദൈവം ദാനമായി കൊടുത്ത സ്വന്തം ഭാര്യയല്ലാത്ത ഹാഗാറുമാർ അനേകരുടെ ജീവിതത്തിൽ ജീവിക്കുന്നു, അനേകരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. തിരുത്താൻ സമയമായോ? ദൈവത്തിലെ ഇതെല്ലാം കണക്ക് പറയേണ്ട നാളുകൾ വരുന്നു. അന്ത്യനായവിധി വരുന്നു. അബ്രഹാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം, മിസ്രയീമ്യദാസിയായ ഹാഗാറിനെ ഭാര്യയായി സ്വീകരിച്ചു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ ഹാഗാറിൻ്റെ അടുക്കൽ ചെന്നു. അവൾ ഗർഭം ധരിച്ചു. താൻ ഗർഭം ധരിച്ചു എന്ന് അവൾ കണ്ടപ്പോൾ യജമാനത്തി അവളുടെ കണ്ണിന് നിന്ദിതയായി. ദൈവനാമത്തെ ദുഷിക്കുന്നവരായി നാം തീർന്നിട്ടുണ്ടോ? നമ്മുടെ നോട്ടവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തിയുമെല്ലാം ദൈവത്തെ വേദനിപ്പിക്കുന്നതായി മാറിയിട്ടുണ്ടോ? ഇപ്പോൾ ഹാഗാർ യജമാനത്തിയാകാൻ നോക്കുകയാണ്. അസുഖത്തിന് യജമാനത്തിയായ സാറായെ ഇത് നിഷ്കാസിതയാക്കാൻ നോക്കുകയാണ്. അവൾ അപഹാസ്യമായി തീർന്നു. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ. പിന്നെ ഹാഗാർ അബ്രാമിനൊരു മകനെ പ്രസവിച്ചു. ഹാഗാർ പ്രസവിച്ച തൻ്റെ മകന് അബ്രാം ഇസ്മായേൽ എന്ന് പേരിട്ടു. ഇസ്മായേലുമാൾ അനേക വിശ്വാസികളുടെ ജീവിതത്തിൽ വളർന്നു വരുന്നു. സാത്താൻ പ്രബലപ്പെടുന്നു. അനേക ക്രിസ്തീയ ഭവനങ്ങളിൽ നിന്ന് സാത്താൻ അടിസ്ഥാനമിട്ടിരിക്കുന്നു. അവൻ ജയം കൊണ്ടാടുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവവേദനയോടെ എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. സ്തോത്രം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ദൈവിക പ്രത്യക്ഷത അബ്രഹാമിന് നഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത 16-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ഹാഗാർ അബ്രാമിന് ഇസ്മായേലിനെ പ്രസവിച്ചപ്പോൾ അബ്രാമിന് 86 വയസ്സായിരുന്നു. 86 വയസ്സ് മറന്നു പോകരുത്. എന്നാൽ അടുത്ത വാക്യം നമുക്ക് വായിക്കാം. 17-ാം അധ്യായത്തിലെ 1-ാം വാക്യം. അബ്രാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട്. ഹാഗാർ ഇസ്മായേലിനെ പ്രസവിക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് വീണ്ടും പ്രത്യക്ഷനായി. 13 വർഷക്കാലം അബ്രഹാമിന്റെ ജീവിതത്തിൽ ബ്ലാങ്ക്. ദൈവം വിളിച്ച് വേദനിച്ച ദൈവവേദനായ അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവിക പ്രത്യക്ഷതയില്ല, ദൈവത്തിൻ്റെ അരുളപ്പാടുകളില്ല, ദൈവശബ്ദം കേൾക്കാനില്ല.
അബ്രഹാം തകർന്നോ പ്രിയപ്പെട്ടവര്? നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാം. അബ്രഹാം ജീവിതത്തിൽ കെടുതികൾ വന്നു. അബ്രഹാമിൻ്റെ തലമുറകൾ ഫറവോൻ്റെ അടിമത്തത്തിലായിപ്പോയി, അടിമ വീടായി മിസ്രൈമിലായിപ്പോയി. നമുക്ക് നമ്മുടെ ഭവനത്തിലേക്ക് നോക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് നോക്കാം. എൻ്റെ മക്കളോ, എൻ്റെ പാപം മൂലം എൻ്റെ മക്കൾ അടിമത്തത്തിലാണോ? അവരെന്ന പാപത്തിലാണോ ജീവിക്കുന്നത്? ശാന്തമായി നമുക്ക് ചിന്തിക്കാം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അബ്രാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് അവൾ എൻ്റെ പെങ്ങളെന്ന് പറഞ്ഞു. ഗരാർ രാജാവായ അബീമേലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം അബ്രഹാം വീണ്ടും ഇതേ പാവം ആവർത്തിക്കുന്നതായി നാം കാണുന്നു. മിസ്രൈമിൽ പോയി ഫറവോനോട് പറഞ്ഞ അതേ കള്ളം ഇപ്പോൾ അബ്രഹാം ഉൽപ്പത്തി 20-ാം അധ്യായത്തിന് 2-ാം വാക്യത്തിൽ നാം കാണുകയാണ്. അബ്രഹാം പറയുകയാണ്, അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെക്കുറിച്ച് ഇവളെൻ്റെ പെങ്ങളെന്ന് പറഞ്ഞ് ഗരാർ രാജാവായ അബീമേലേക്ക് ആളയച്ച് സാറയെ കൊണ്ടുപോയി. പാവം ആവർത്തിക്കുന്ന അബ്രഹാം. പ്രിയപ്പെട്ടവര്, എത്രയോ മനോഹരമായ അനുഭവങ്ങൾ അവർ കിട്ടിയതാണ്. മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം കൊടുത്തില്ലേ? അവൻ അരുളപ്പാടുകൾ കൊടുത്തില്ലേ? നിന്റെ സ്വന്തം 400 വർഷം അന്യദേശത്ത് അടിമകളായിരിക്കും അവന് വാക്ക് കൊടുത്തില്ലേ? വാക്ക് പറഞ്ഞതല്ലേ? അബ്രഹാം പാവബോധമില്ല, തകർന്ന ഹൃദയമില്ല. എന്തുകൊണ്ട്? ദൈവത്തോട് മത്സരിക്കുന്നവനായി അവൻ മാറി. എൻ വിശ്വാസികളുടെ സമൂഹമെല്ലാം അങ്ങനെ ആയിരിക്കുന്നു. അത് തന്നെയല്ലേ കർത്താവായ യേശുക്രിസ്തു നാളിൽ പറഞ്ഞത്? മനുഷ്യപുത്രൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സർവജ്ഞാനിയായ ദൈവം കർത്താവായ യേശുക്രിസ്തു തൻ്റെ 1-ാമത്തെ വരവിൽ പറഞ്ഞു, ഞാൻ രണ്ടാമത് വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? സഹോദര, നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ ഒരു വിശ്വാസിയെ കണ്ടെത്തുമോ? നീ ഒരു വിശ്വാസിയായി മാറുമോ? ദൈവം വേദനയോടെ നിന്നെ നോക്കുന്നുണ്ട്. ശാന്തമായി നോക്കി ചിന്തിക്കാം. അബ്രഹാം അതേ തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നതിനോടെ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 7-ാമത്തെ വാക്യം കൂടെ വായിക്കാം. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. അബീമേലെക്കിനോട് ദൈവം ഇടപെടുകയാണ്. അബ്രഹാം വഴിതെറ്റി നിൽക്കുകയാണ്. എത്രയോ പ്രാവശ്യം ദൈവം മനസ്സിലെഞ്ഞ് അവൻ അരുളപ്പാടുകൾ കൊടുത്തതാണ്, അവനെ നേർപാതയിൽ നടത്തിയതാണ്, അവന് പിന്നെയും അനുഗ്രഹങ്ങൾ സൗജന്യമായി കൊടുത്തതല്ലേ? എന്നാൽ ഇവിടെ അബീമേലേക്ക് എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിൽ സാറ വീണ്ടും അവൻ്റെ ഭാര്യയെ ചെന്നു. പക്ഷേ അബീമേലെക്കിനോട് ദൈവം ഇടപെടുകയാണ്. ദൈവം ഇടപെടുന്നതാണ് നാം വായിച്ചു കേട്ടത്. ഇപ്പോൾ ആ പുരുഷന് അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്കുക, അവനൊരു പ്രവാചകനാകുന്നു. നീ ജീവനോടെ ഇരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. ദൈവമാരെയും തരം താഴ്ത്തി കാണുന്നില്ല. ദൈവം അബ്രഹാമിനെ കുറിച്ച് പറഞ്ഞു, അവനൊരു പ്രവാചകനാകുന്നു. നീ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന ആ സ്ത്രീയില്ലേ, അവൻ്റെ ഭാര്യയാണ്. അവളെ മടക്കി കൊടുക്കുക. ഇല്ലെങ്കിലോ, നീ അവളെ മടക്കി കൊടുക്കാതിരുന്നാലോ നീയും നിനക്കുള്ളതൊക്കെയും മരിക്കേണ്ടി വരുമെന്ന് അറിഞ്ഞുകൊള്ളുക എന്ന് അരുളി ചെയ്തു. കർശനമായ ദൈവം അബീമേലെക്കിനോട് ഇടപെടുന്നതായി നാം കാണുന്നുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് ദൈവം പാലിച്ചു. ഇസ്ഹാക്കിനെ പ്രസവിച്ചു സാറ. ബാലനായ ഇസ്ഹാക്കിനെയും കൂട്ടിക്കൊണ്ട് അബ്രഹാം മോറിയ ദേശത്തേക്ക് പോകുന്നത് നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാം വാക്യം. അതിൻ്റെ ശേഷം ദൈവം അബ്രാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രാമേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്നവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. അബ്രഹാമിനോട് ദൈവം വീണ്ടും ഇടപെടുകയാണ്. വാഗ്ദത്ത സന്തതിയെ കൊടുത്തിട്ട് അബ്രഹാമിൻ്റെ 100-ാമത്തെ വയസ്സിൽ, സാറയുടെ 90-ാമത്തെ വയസ്സിൽ ജനിച്ചതായ ഇസ്ഹാക്ക്, അവൻ ബാലനായപ്പോൾ ഒരു 10-12 വയസ്സായ പ്രായം കാണും. ദൈവം അബ്രഹാമിനോട് ഇടപെടുകയാണ്. നീ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ പുത്രനെ തന്നെ, ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് ഞാൻ കാണിപ്പാനിക്കുന്ന ദേശത്ത് അവനെ ഹോമയാഗം കഴിക്കുക. സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ അബ്രഹാമിൻ്റെ സ്നേഹം ആരിലാണ്? ദൈവത്തിലാണോ? ദൈവം വാക്ക് പാലിച്ചില്ലേ? വിളിച്ചിറക്കിയവൻ വിശ്വസ്തനല്ലേ? 100-ാമത്തെ വയസ്സിലാണെങ്കിലും സ്വന്തം മകനെ, സ്വന്തം സാറയുടെ ഗർഭപാത്രത്തിൽ ഒരു മകനെ കൊടുത്തില്ലേ? അവനവിടെ വളർന്നു വരികയല്ലേ? അവനെ അബ്രഹാം വളർത്തിക്കൊണ്ട് വരികയല്ലേ?
അവകാശിയെ ദൈവം കൊടുത്തില്ലേ? എന്നാൽ ആ ദൈവം അബ്രാഹാമിനോട് പറയുന്നത് എന്താണ്? നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. നീ സ്നേഹിക്കുന്നതിൻ്റെ മകനെ, എന്താണ് അതിനർത്ഥം? ഇപ്പൊ ദൈവത്തോടല്ല അബ്രഹാമിന്റെ സ്നേഹം, ഇസ്ഹാക്കിനോടാണ്. അവൻ ഏക അവകാശിയാണ്, വലിയ സ്വത്തിൻ്റെ അധിപതിയാണ്. അവനെ സ്നേഹിച്ചു. ആരെ ദൈവം ഉദ്ദേശിക്കുന്നതല്ല. ദൈവത്തെക്കാളധികം മറ്റാരെയും സ്നേഹിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, നീ സ്നേഹിക്കുന്നതിൻ്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട്, വേറെ ആരെയുമല്ല, അവനെ തന്നെ കൂട്ടിക്കൊണ്ട് നീ മോറിയ ദേശത്ത് എന്ന് ഞാൻ നിന്നെ കൽപ്പിക്കാണ്ടിരിക്കുന്നതായ മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക. ദൈവത്തിൻ്റെ വചനം അത് മൂർച്ചയേറിയ ഇരുവായി തലയുള്ള വാളാണ്. അത് ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കുന്നതാണ്. അത് സന്ധി മജ്ജകളെ പിളർക്കുന്നതാണ്, പാപബോധം കൊടുക്കുന്നതാണ്. അവിടെ അബ്രഹാം കീഴ്പ്പെട്ടാൽ മതിയായിരുന്നു. പ്രിയപ്പെട്ടവർ, ദൈവം അബ്രഹാമിനോട് ഇടപെട്ടു. അബ്രഹാം മനസ്സിലായവനെ ഹോമയാഗം കഴിച്ചേ മതിയാവൂ. അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റു. സ്വന്തം ഭാര്യയായ സാറയോട് പോലും പറഞ്ഞില്ല ഇവനെയാണ് യാഗം കഴിക്കാൻ പോകുന്നത്. സാറ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാനും ബാലനും അവിടെ മോറിയ ദേശത്ത് യാഗം കഴിച്ചിട്ട് മടങ്ങി വരാം. ദാസന്മാരെയും കൂട്ടി അബ്രഹാം ഇസ്ഹാക്കുമായി പുറപ്പെട്ടു. ദൈവത്തിൻ്റെ അരുളപ്പാടിനെ മറികടക്കാൻ നിവൃത്തിയില്ലാഞ്ഞതുകൊണ്ട് അബ്രഹാം ആ മോറിയ മലയിൽ യാഗപീഠം പണിത് യാഗപീഠത്തിന്മേൽ ഇസ്ഹാക്കിൻ്റെ കൈകാലുകൾ കെട്ടിയവനെ യാഗപീഠത്തിൽ കിടത്തി. എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. സഹോദരീ സഹോദരന്മാരെ, ജീവിതം കർത്താവിന് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾക്കുള്ളതിനെല്ലാം കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴാണ് നാം ദൈവത്തോട് സമർപ്പിക്കേണ്ട സമയം. കർത്താവെ, ഞാൻ എന്നെയും എനിക്കുള്ളവരെയും തൃപ്പാദങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറയേണ്ടത് ഇപ്പോഴാണ്. സമർപ്പിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അബ്രഹാം സമർപ്പിച്ചു. അബ്രഹാം കത്തി കയ്യിലെടുത്തു. അബ്രഹാം കത്തി കയ്യിലെടുത്തു എന്നേ വേദോസിൽ പറയുന്നുള്ളൂ. പക്ഷെ പിതാക്കന്മാർ പറയും, അബ്രഹാം ആ കത്തിയെടുത്ത് ഉയർത്തി. താണാ മതി. ആ കത്തിനി ഇസ്ഹാക്കിൻ്റെ മേൽ താണാൽ മതി. ഇസ്ഹാക്ക് രണ്ടായി മുറിയും. സ്തോത്രം. നിർണായകമായ സമയം, കൃത്യമായ സമയം ദൈവം വിട്ടു. ധ്യാനിക്കുന്ന ആത്മാവേ, ഇപ്പോൾ നീ ഇരിക്കുന്നിടത്ത് നിനക്ക് മുഴങ്കാൽ മടക്കാമോ? നിനക്ക് ദൈവത്തോടൊരു വാക്ക് പറയാമോ? കർത്താവേ, ഞാനിപ്പോൾ എന്നെ തന്നെ താഴ്ത്തി തരുന്നു. സ്തോത്രം. ഞാൻ അബ്രഹാം ഇപ്പോൾ ചിന്തിച്ചത് ഞാൻ എൻ്റെ ഹൃദയത്തെ ധ്യാനിക്കാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം കത്തി ഉയർത്തി. ഉടനെ ഒരു ദൈവശബ്ദം, അബ്രഹാമേ, അബ്രഹാമേ, നീ ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. സ്തോത്രം. ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. കൈ ഉയർത്തി നിൽക്കുകയാണ്. ആ കത്തി അങ്ങനെ ഉയർന്നു നിൽക്കുകയാണ്. അതങ്ങനെ വെട്ടിത്തിളങ്ങുന്നില്ലേ? ദൈവത്തിൻ്റെ ശബ്ദം, നീ ബാലന്റെ മേൽ കൈ വയ്ക്കരുത്. ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, എൻ്റെ ദൈവമേ, അബ്രഹാം ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ. എന്താണ്? കർത്താവെ, യാഗപീഠം ഒരുക്കിയിരിക്കുന്നു. ഞാൻ യാഗപീഠം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ യാഗം കഴിക്കാതെ ഇരുന്നിട്ടില്ല. ഇന്ന് വരെ ഞാൻ യാഗപീഠത്തിൽ യാഗം കഴിക്കാതെ ഇരുന്നിട്ടില്ല. ബാലൻ്റെ മേൽ കൈ വയ്ക്കരുത് എന്ന് നീ പറയുന്നു. ഇവിടെ ഞാനും ബാലനുമല്ലാതെ വേറെ ആരുമില്ല. ബാലൻ്റെ മേൽ കൈ വെക്കണ്ടെങ്കിൽ ഇനി യാഗമാകേണ്ടത് ഞാനാണോ യാഗമാകേണ്ടത്? കർത്താവെ, ഞാനിപ്പോൾ ഇസ്ഹാക്കിൻ്റെ കെട്ടുകളെ അഴിക്കാം. ഞാൻ യാഗപീഠത്തിൽ കയറി കിടക്കാം. ഇസ്ഹാക്കിൻ്റെ കൈകാലുകൾ കെട്ടട്ടെ. ഇസ്ഹാക്ക് എന്നെ കൊല്ലട്ടെ. ഞാൻ യാഗമായി തീരാം. നിനക്ക് മനസ്സാണോ? കർത്താവെ, ഞാനാണോ യാഗമായി തീരേണ്ടത്? അബ്രഹാം സമർപ്പിച്ച് കാണുമോ? സ്തോത്രം. എൻ്റെ മറുപടി ഒരു കുഞ്ഞാടൻ്റെ കരച്ചിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അബ്രഹാം ശ്രദ്ധിക്കുമ്പോൾ ഒരു കുഞ്ഞാടൻ്റെ കരച്ചിൽ കേൾക്കാം. എവിടെയാണ്? അതിൻ്റെ അടുത്ത് തന്നെ ഇതാ കാട്ടിൽ കുടുങ്ങിയൊരു കുഞ്ഞാട് കരയുന്നു. സ്തോത്രം. ദൈവത്തിൽ ഏതാണ് ആ കുഞ്ഞാട്? സ്തോത്രം. അതല്ലേ ഗോകുൽത്തായിലെ മരക്കുരിശന്മേൽ 3 ആണിമേൽ പടയുന്ന കർത്താവായ യേശു ക്രിസ്തു. കുഞ്ഞാടിനെ അബ്രഹാം കണ്ടു. സ്തോത്രം. തൻ്റെ മകന് പകരം ആ കുഞ്ഞാടിനെ പിടിച്ച് അബ്രഹാം യാഗപീഠത്തിലെ യാഗമർപ്പിച്ചു. ധ്യാനിക്കുന്ന ആത്മാവേ, വചനം ശ്രദ്ധിക്കുന്ന ദൈവവേദിലേ, അബ്രഹാം യാഗമാകേണ്ടി വന്നില്ല. ഇസ്ഹാക്കിനെ യാഗമാക്കേണ്ടി വന്നില്ല. പകരം പിടഞ്ഞു മരിക്കുന്ന നസ്രായനായ യേശു അവനിതാ ക്രൂശിൽ പിടയുന്നു. അവൻ എന്നെ നിങ്ങളെ നോക്കുന്നു. ആശയോടെ നമ്മെ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. ഇപ്പോൾ അവനിലേക്ക് നോക്കാൻ ആർക്ക് മനസ്സുണ്ട്? അനതാവാക്യത്തോടെ അവനിലേക്ക് ചെല്ലാൻ ആർക്ക് മനസ്സുണ്ട്? കർത്താവേ, എനിക്കാണ് തെറ്റുപറ്റിയത്. ഇതുവരെ ഞാൻ തെറ്റിപ്പോയിരുന്നു. നിന്നെ അറിയാതെ ഞാൻ ജീവിച്ചു പോയി. നിന്റെ നാമത്തെ ഞാൻ ദുഷിച്ചു പോയി.
എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ നിൻ്റെ നാമത്തെ വേദനിപ്പിച്ചു പോയി കർത്താവേ. ഞാൻ നിന്നെ ക്രൂശിച്ചു പോയി കർത്താവേ. എന്നോട് ക്ഷമിക്കാമോ? ഞാനിത് മടങ്ങി വരുന്നു. പാപങ്ങളോട് യാത്ര പറഞ്ഞുകൊണ്ട് എന്നെ തന്നെ ഞാനിത് ക്രൂശിക്കുന്നു. സ്തോത്രം. എന്നെ തന്നെ ഞാൻ ക്രൂശിൽ അർപ്പിക്കുന്നു കർത്താവേ. എൻ്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ അർപ്പിക്കപ്പെട്ട യേശുവേ, നിന്നോടൊപ്പം ഞാനും ഇതാ ക്രൂശിക്കപ്പെടുന്നു. ഇനി മനസ്സറിഞ്ഞൊരു പാപത്തിലേക്ക് ഞാൻ പോവുകയില്ല. ഞാൻ അതിനെ ഉറപ്പ് തരുന്നു. കർത്താവേ, മനസ്സറിയണമേ. കർത്താവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ശുദ്ധീകരിക്കണമേ. സമർപ്പിച്ച ഓരോ ദൈവക്കളുടെ മേലും കൊടുത്ത കരം വരണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, ശുദ്ധീകരിക്കണമേ. ആളാം പ്രതിയടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുസാന്നിധ്യപടി ഞങ്ങൾക്ക് തരണമേ. അധികാരമുള്ള ദൈവപുത്ര അവിടുന്ന് ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയത്തിന് സിംഹാസനത്തിൽ ഇരുന്ന് ഇനിയുള്ള കാലം ഞങ്ങളെ നടത്തണമേ, നയിക്കണമേ, നിയന്ത്രിക്കണമേ. നീ ഞങ്ങളോട് കൂടിയിരിക്കണമേ. രണ്ടാമത്തെ വരവിനായി ഞങ്ങളെല്ലാവരെയും ഒരുക്കണമേ കർത്താവേ. രണ്ടാമത്തെ വരവിനോട് ഒരുങ്ങുവാൻ മാത്രമല്ല, അനേകരെ ഒരുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ സംഗതിയാകണമേ. എല്ലാവരും അനുഗ്രഹിക്കണമേ. മാനവും മഹത്വത്തോടെ എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ.